ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ്. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ലേഹമാണ്. വിളർച്ച ബാധിച്ചവർക്കും അതുപോലെ ശരീരത്തിൽ രക്തം കുറവാണെന്ന് തോന്നുമ്പോൾ നമുക്ക് തളർച്ചയും അതുപോലെ വിളർച്ചയൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ലേഹം ഉണ്ടാക്കണത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഈത്തപ്പഴവും അതുപോലെ ചെറിയ ജീരകം ഇതൊക്കെ വെച്ച് അടിപൊളിയൊരു ലേഹം ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടി 1 കിലോ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 200 മിൽമ നെയ്യ് എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര എടുക്കണത് അതിനനുസരിച്ച് നമ്മൾ നെയ്യ് കൂട്ടി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ബദാം അണ്ടിപ്പരിപ്പ് ഇതൊക്കെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് മിക്സിയിൽ. അതുപോലെ തന്നെ ചെറിയ ജീരകം നമ്മളൊരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി പൊടിച്ച് ശരിയാക്കി വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ ചെറിയ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത രൂപത്തിൽ വേണത്. നന്നായി ഒന്ന് ശരിയായതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികളിട്ട് കൊടുക്കാവൂ. അങ്ങനെ അണ്ടിപ്പരിപ്പും ചെറിയ ജീരകവും ബദാമും നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിൽ നന്നായി വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് തീ ഒരുപാട് അങ്ങ് കത്തിക്കരുത്. പാകത്തെ ചൂടിൽ വറുത്തെടുക്കണം. നല്ല മണവും രുചിയോട് കൂടെ തന്നെ നമുക്ക് ഈ ലേഹം ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അതുപോലെ 10ാം ക്ലാസ് പരീക്ഷ അടുത്തിരിക്കുന്നവർക്കും +2 പരീക്ഷയ്ക്ക് ഈ പരീക്ഷയുടെ ടൈമിലാവും നമുക്ക് കൂടുതൽ ക്ഷീണവും ടെൻഷനും എല്ലാം ഉണ്ടാവും കേട്ടോ. ആ സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി എണ്ണയിൽ വഴറ്റിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ തീയിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ. അങ്ങനെ നമ്മളെ ലേഹം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ജാറിലേക്ക് മാറ്റാൻ. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ജാറിലിട്ട് കൊടുക്കണം. 1 മാസം 2 മാസമൊക്കെ നമുക്കിത് എടുത്ത് കഴിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ലേഹം ശരിയായിട്ടുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം രാവിലെയും ഉച്ചക്കും അതുപോലെ രാത്രി നമുക്കിത് ഓരോ സ്പൂൺ എടുത്ത് കഴിക്കാം. കുറച്ച് തേനും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.